ഈസി ഫാക്ട്സിൻ്റെ ഈ അധ്യായത്തിൽ നമുക്ക് ക്ലാസ് 5-ലെ SSTയിലെ ദ വേൾഡ് ഫ്രം 1914 ടു 1945 എന്ന ചാപ്റ്ററിനെ കുറിച്ച് നോക്കാം. ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ നമുക്ക് കുറച്ച് സയൻറ്റിസ്റ്റിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം എല്ലാം തന്നെ നിങ്ങൾ അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. പിക്ചർ ഐഡൻറ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും ചോദിക്കുന്നതായിരിക്കും. ഇവരെല്ലാം തന്നെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള സയൻറ്റിസ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഡയറക്റ്റായിട്ട് നോക്കാം. ഫസ്റ്റ് വേൾഡ് വാർ എന്ന പോർഷനിലേക്ക് നോക്കാം. ഈ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്ന വേറെ പേരാണ് ദ ഗ്രേറ്റ് വാർ. ദ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്ന അനദർ നെയിം എന്താണ്? ദ ഗ്രേറ്റ് വാർ ആണ്. എത്ര നാളാണ് ഫസ്റ്റ് വേൾഡ് വാർ നിലനിന്നിരുന്നത് എന്ന് നോക്കണം. 1914 ടു 1918 വരെയാണ് ഫസ്റ്റ് വേൾഡ് വാർ നിന്നിരുന്നത്. 4 വർഷവും 3 മാസവുമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ നടന്നിരുന്നത്. അപ്പം ഓർത്തിരിക്കുക, അതിൻ്റെ ഡ്യൂറേഷൻ ഓർത്തിരിക്കുക. 4 years 3 months ആണ് ഫസ്റ്റ് വേൾഡ് വാർ നടന്നിരുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഫിലപ്പിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 4 years 3 months ആണ് ഫസ്റ്റ് വേൾഡ് വാർ നിന്നത്. അപ്പോൾ ഓർത്തിരിക്കുക എന്തൊക്കെയാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ദ ഫസ്റ്റ് വേൾഡ് വാർ ഈസ് ഓൾസോ നോൺ ആസ് ദ ഗ്രേറ്റ് വാർ ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം 1914 ടു 19 ആൻഡ് ഇറ്റ് എൻഡ്സ് അറ്റ് 1918. അപ്പോൾ ഇനി ഫസ്റ്റ് വേൾഡ് വാറിനകത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങളെ അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിനെ നമുക്ക് ഓരോ ബ്ലോക്ക് എന്ന് പറയാം. ഇനി ഏതൊക്കെ ബ്ലോക്കുകൾ തമ്മിലായിരുന്നു പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ ബ്ലോക്കുകൾ തമ്മിലായിരുന്നു? ദ അലൈഡ് പവേഴ്സ് ആൻഡ് ദ സെൻട്രൽ പവേഴ്സ്. അത് പറയാൻ കാരണം നമുക്ക് ഫസ്റ്റ് വേൾഡ് വാറും ഉണ്ട്, സെക്കൻഡ് വേൾഡ് വാറും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിലും സെക്കൻഡ് വേൾഡ് വാറിലും വരുന്ന രാജ്യങ്ങളുടെ ഗ്രൂപ്പുകളുടെ പേരുകൾ, അതായത് ബ്ലോക്കുകളുടെ പേരുകൾ നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിലെ ബ്ലോക്കുകൾ ഏതൊക്കെയാണ്? അലൈഡ് പവേഴ്സും സെൻട്രൽ പവേഴ്സും. ഓക്കെ, അപ്പോൾ നോക്കിക്കാട്ടെ, അലൈഡ് പവേഴ്സിൽ വരുന്ന എന്താണ് രാജ്യങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ഇറ്റലി, USA, ജപ്പാൻ. അതേപോലെ തന്നെ സെൻട്രൽ പവേഴ്സിനകത്തിൽ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഒട്ടോമൻ എംപയർ, ബൾഗേറിയ. ഇനി എന്തായിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിനുണ്ടായിരുന്ന റീസൺ? എന്താണ് ഫസ്റ്റ് വേൾഡ് വാറിന് കാരണമായി തീർന്നതെന്നാണ് അടുത്ത പാരഗ്രാഫിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 1914 എന്താണ് ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് എന്ന് പറഞ്ഞ ഒരാളെ എന്താണ് ത്രോൺ ഔട്ട് ഓഫ് ഓസ്ട്രിയ ഹംഗറി വാസ് അസാസിനേറ്റഡ് ബൈ എ സെർബിയൻ. അതായത് എന്തായിരുന്നു 1914 ഇവിടെ അതായത് ഓസ്ട്രിയ ഹംഗറിയിലെ ആർച്ച്ഡ്യൂക്ക് ആയിരുന്ന, ആർച്ച്ഡ്യൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിലെ രാജാവിനെ നമ്മൾ രാജാവ് എന്ന് വിളിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സ്ഥാനപദ പേരാണ് ആർച്ച്ഡ്യൂക്ക് എന്ന് പറയുന്നത്. അപ്പം ഓസ്ട്രിയ ഹംഗറിയിലെ ആർച്ച്ഡ്യൂക്ക് ആയിരുന്ന ഫ്രാൻസ് ഫെർഡിനാൻഡിനെ ഒരു സെർബിയക്കാരൻ വധിച്ചു. അസാസിനേറ്റഡ് ബൈ എ സെർബിയൻ എന്നായിരുന്നു 1914. അപ്പോഴെന്ത് ചെയ്യും? സെർബിയക്കാരൻ എന്ത് ചെയ്തു? ഓസ്ട്രിയ ഹംഗറിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ അതിനോടൊപ്പം തന്നെ ഓസ്ട്രിയ ഹംഗറിക്കും സെർബിയയ്ക്കും എതിരെ കുറേ രാജ്യങ്ങൾ ഒത്തുചേർന്നു. എന്നിട്ടാണ് അത് 2 ബ്ലോക്സ് ആയിട്ട് മാറിയത്. അങ്ങനെയാണ് 2 ബ്ലോക്ക് ആയിട്ട് മാറുന്നത്. അപ്പം ഇതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അതായത് 1914 ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിനെ ആരാണ് കൊന്നത്? എവിടുത്തെ രാജാവായിരുന്നു? ഓസ്ട്രിയ ഹംഗറിയിലെ രാജാവായിരുന്നു. അദ്ദേഹത്തിനെ അസാസിനേറ്റഡ് ബൈ സെർബിയൻ, ഒരു സെർബിയനാണ് വധിച്ചത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. 2 മാർക്സിന്റെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ 2 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വാട്ട് കോസ്ഡ് ദ ഫസ്റ്റ് വേൾഡ് വാർ ക്വസ്റ്റൻ ചോദിക്കും. ഇനി which are the 2 blocks involved in the first world war? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റൻ ആണ്. ഇനി ഓർത്തിരിക്കേണ്ട അടുത്ത ക്വസ്റ്റ്യൻ അലയൻസ് എന്നാൽ എന്താണ്? അലയൻസ് എന്നാൽ എന്താ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 countries. അതൊരു എഗ്രിമെന്റ് ആയിരുന്നു, 2 countries തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു. കണ്ടോ, പിന്നെ താഴെ പറയുന്നുണ്ട്, കണ്ടോ, എന്താ ഓസ്ട്രിയയും ഓസ്ട്രിയയും സെർബിയയും തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ ആ സമയത്ത് കുറച്ച് എഗ്രിമെന്റ്സിന്റെ പേരിൽ കുറേ രാജ്യങ്ങൾ ഇവരോടൊപ്പം തന്നെ ഒത്തുചേരുകയും അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് മാറുകയും ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വേൾഡ് വാറിൽ യൂറോപ്പിലെ വെസ്റ്റേൺ ഫോണിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈസ്റ്റേൺ സൈഡിൽ റഷ്യ സൈഡിലൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് വായിച്ചുവിട്ടിരിക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഷീൻ ഗൺസ് യൂസ് ചെയ്തു. ഈ യുദ്ധത്തിലാണ് മെഷീൻ ഗൺസ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അതോടൊപ്പം തന്നെ ടാങ്കുകൾ പോയിസൺ ഗ്യാസുകൾ യൂസ് ചെയ്തു, ഫസ്റ്റ് ടൈം ആയിട്ട് യൂസ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മളൊരു ജർമ്മൻ സബ്മറൈൻ്റെ പേര് പറയുന്നുണ്ട്, യു-ബോട്ട്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ജർമ്മൻ സബ്മറൈൻ്റെ പേരെന്താണ്? യു-ബോട്ട് സാങ്ക്. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചത് ഏതിനായിരുന്നു? ഫസ്റ്റ് വേൾഡ് വാറിലായിരുന്നു. അതോടൊപ്പം തന്നെ ആ പാരഗ്രാഫിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു എ ബാറ്റിൽ ടാങ്ക് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. അത് പരീക്ഷയ്ക്ക് പിക്ചർ ഐഡന്റിഫിക്കേഷൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണത്. അതിനോടൊപ്പം തന്നെ അടുത്തൊരു ക്വസ്റ്റൻ, ഇതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഇന്ത്യ സപ്പോർട്ടഡ് ബ്രിട്ടൻ. അപ്പം ഇന്ത്യ ആരെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് ഓർത്തിരിക്കുക. അത് ചിലപ്പോൾ നമുക്ക് ട്രൂ ഓർ ഫോൾസ് എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇന്ത്യ ആരെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്? ബ്രിട്ടനെയാണ്. ഇന്ത്യ സപ്പോർട്ട് ചെയ്തത് ആരെയായിരുന്നു? ബ്രിട്ടനെയാണ്. അന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്.
അടുത്തത് വെൻ ഡിഡ് ദ വാർ എൻഡ്, എന്നാണ് വാർ എൻഡ് ആയത്? അത് ഓർത്തിരിക്കുക, എന്നായിരുന്നു? 1918. അപ്പോൾ നമ്മൾ പഠിച്ചു 1914 സ്റ്റാർട്ട് ചെയ്തു, 1918 എൻഡ് ആയെന്ന്. അപ്പോൾ ആ സമയത്ത് ആരായിരുന്നു ജയിച്ചിരുന്നത്? അത് ട്രൂ ഓർ ഫോൾസിന് ചോദിക്കാവുന്ന അടുത്തൊരു ക്വസ്റ്റൻ ആണ്. എന്തായിരുന്നു ആ സമയത്ത് ജയിച്ചിരുന്ന? ആരായിരുന്നു? എലൈറ്റ് പവേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് ഗ്രൂപ്പ് ആയിരുന്നു, എലൈറ്റ് പവേഴ്സും സെൻട്രൽ പവേഴ്സും. അതിൽ എലൈറ്റ് പവേഴ്സ് ആണ് ആ സമയത്ത് ജയിച്ചിരുന്നത്. അപ്പോൾ ആരായിരുന്നു ജയിച്ചിരുന്നത്? എലൈറ്റ് പവേഴ്സ് ആണ്. ട്രൂ ഓർ ഫോൾസിന് ചോദിക്കാം ആ ക്വസ്റ്റ്യന്. പിന്നെ ഇവർ രണ്ടുപേരും ഒരു എന്താണ് ആർമിസ്റ്റിക്കിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർമിസ്റ്റിക് എന്താണെന്ന് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് നോക്കിക്കാൻ നമുക്ക് ഒഫീഷ്യൽ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ എനിമീസ് ടു എൻഡ് ദ വാർ. അപ്പോൾ അതായത് എന്താണ്, ഇപ്പം രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഒഫീഷ്യലായിട്ട് ഒരു എഗ്രിമെന്റ് വരുവാണ്. എഗ്രിമെന്റ് വന്നിട്ട് രണ്ടുപേരും സൈൻ ചെയ്തിട്ട്, എനിമീസ് തമ്മിൽ സൈൻ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം, വാർ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുക, അതാണ് ആർമിസ്റ്റിക്. അപ്പോൾ ഓർക്കുക പരീക്ഷയ്ക്ക് ഡെഫിനിഷൻ ആണ്, ഡിഫൈൻ ദ ഫോളോയിങ്, അതിൽ ആർമിസ്റ്റിക് ചോദിക്കുന്നുണ്ട്. അടുത്തത് ദ ഇന്റർ വാർ എൻഡ് ഇയേഴ്സ്. അപ്പോൾ ഈ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം വന്നതാണ് എന്താണ്? ദ ട്രീറ്റി ഓഫ് വെഴ്സലൈസ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പം ഒരു പീസ് കോൺഫറൻസ് ആണ്. അത് എവിടെയാണ് ഹെൽഡ് ചെയ്തത്? പാരീസിലാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക, പാരീസിലാണ് എന്താണ് ദ ട്രീറ്റി ഓഫ് വേഴ്സലൈസിന്റെ ഒരു പീസ് കോൺഫറൻസ് നടന്നത്. എവിടെയാണ്? പാരീസിലാണ്. ആ സമയത്ത് എന്താണ് ഒരു ട്രീറ്റി ഓഫ് വേഴ്സലൈസ് എന്ന് പറഞ്ഞത്? ശരിക്കും ഒരു MOU പോലെയാണ്. ഒരു MOU, അതായത് എന്താണ് അതിൽ MOUയിൽ സൈൻ ചെയ്യാണ്, ജർമ്മനിയും അലൈഡ് പവേഴ്സും തമ്മിൽ സൈൻ ചെയ്യാണ്. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വേറൊരു അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ്? ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ദർ ഇസ് എ പീസ് കോൺഫറൻസ് ഹെൽഡ് ഇൻ ഡാഷ്. എവിടെയായിരുന്നു? പാരീസിലായിരുന്നു. ഓർത്തിരിക്കുക. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രീറ്റി ഓഫ് വേഴ്സലൈസ് വാസ് സൈൻഡ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. ഏതൊക്കെ തമ്മിലായിരുന്നു? ജർമ്മനി ആൻഡ് അലൈഡ് പവേഴ്സ്. വേണമെങ്കിൽ അത് ട്രൂ ഓർ ഫോൾസിനും ചോദിക്കാം. ദ ട്രീറ്റി ഓഫ് വേഴ്സലൈസ് വാസ് സൈൻഡ് ബിറ്റ്വീൻ ജർമ്മനി ആൻഡ് അലൈഡ് പവേഴ്സ് എന്ന് പറഞ്ഞ് ട്രൂ ഓർ ഫോൾസിന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്തത് ഇനി ഇവർ തമ്മിൽ ഒരു ട്രീറ്റി ഓഫ് വേഴ്സലൈസ് നടന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനോ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് എന്തൊക്കെയായിരുന്നു എന്താണ് ഡീറ്റെയിൽസ് എന്ന്, എന്തൊക്കെയായിരുന്നു അതിൻ്റെ ടേംസ് എന്ന്? ദ ജർമ്മനി വുഡ് ഹാവ് ടു പേ വെരി ഹെവി ഫൈൻ. അപ്പോൾ ജർമ്മനി ആയിരുന്നു ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജർമ്മനി ഒരു വലിയ തോതിലുള്ള ഒരു ഫൈൻ അടയ്ക്കേണ്ടി വന്നു. ആൻഡ് ഇറ്റ് കുഡ് നോട്ട് ഇൻക്രീസ് ദ മിലിറ്ററി ഫോഴ്സ്. അതിൻ്റെ മിലിറ്ററി ഫോഴ്സിനെ കൂട്ടാൻ പാടില്ല. സം ഓഫ് ഇറ്റ്സ് ടെറിട്ടറി വെയർ ടു ബി ഒക്കുപ്പൈഡ് ബൈ ദ അലൈഡ് പവേഴ്സ്. അപ്പോൾ അതിൽ കുറച്ച് ടെറിട്ടറീസ് എന്താണ് അലൈഡ് പവേഴ്സ് വന്ന് ഓക്കുപ്പൈ ചെയ്യാനുള്ള ഇത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇനിയും ഫ്യൂച്ചറിൽ എന്താണ് ഒരു വാർ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക പരീക്ഷയ്ക്ക് മാത്സ് ഫോളോയിന് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറഞ്ഞിട്ട് ലീഗ് ഓഫ് നേഷൻസ് തരാം, അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് വേഴ്സലൈസ് തരാം. മാത്സ് ഫോളോയിങ് നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായിരുന്നു ലീഗ് ഓഫ് നേഷൻസ് എപ്പോഴാണ് വന്നത്? ടു പ്രിവെന്റ് സച്ച് എ വാർ ഇൻ ദ ഫ്യൂച്ചർ ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. ടു പ്രിവെന്റ് സച്ച് എ വാർ ഇൻ ദ ഫ്യൂച്ചർ എന്താണ് ഫോം ചെയ്ത ലീഗ് ഓഫ് നേഷൻസ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നീട് പക്ഷേങ്കിൽ ഒരു 1929 ആയപ്പോഴത്തേക്ക് ഒരു യൂറോപ്യൻ ഏരിയയിൽ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ വന്നിരുന്നു. ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അവിടെ ആ സമയത്ത് ഫാക്ടറീസും എല്ലാം എന്താണ് ക്ലോസ് ഡൗൺ ആയി. അപ്പോൾ ആൾക്കാർക്കാർക്കും ജോലിയൊന്നുമില്ല, വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ വന്നു. അതായിരുന്നു ശരിക്കും ഗ്രേറ്റ് ഡിപ്രഷൻ അറിയപ്പെട്ടിരുന്നത്. അപ്പം ഗ്രേറ്റ് ഡിപ്രഷൻ 1929 ആ ഇയർ ഓർത്തിരിക്കുക. എവിടെയായിരുന്നു? യൂറോപ്പിലായിരുന്നു. അത് ട്രൂ ഓർ ഫോൾസ് എന്ന് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ലീഗ് ഓഫ് നേഷൻസ് ഒക്കെ ഫോം ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് വീണ്ടും 2 ഡിറ്റക്ടർ ഫോം വന്നിരുന്നു. ഈ ഡിറ്റക്ടറായിട്ട് വന്നിരുന്നത് ഇറ്റലിയിൽ നിന്നും ബെനിറ്റോ മുസോളിനി. അപ്പോൾ ഓർത്തിരിക്കുക പിക്ചർ ഐഡന്റിഫിക്കേഷൻ, ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിന്റെ ഡയഗ്രാം ഓർത്തിരിക്കുക, ബെനിറ്റോ മുസോളിനിയുടെ ഡയഗ്രാം ഓർത്തിരിക്കുക, അതുപോലെ തന്നെ ഹിറ്റ്ലറിന്റെ പടവും ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നാഗസാക്കിയിലും മറ്റേ ഹിരോഷിമയിലും വരുന്ന ഒരു അറ്റോമിക് ബോംബിന്റെ ഒരു മഷ്റൂം ടൈപ്പിലെ ക്ലൗഡ് ഇല്ലേ, അത് ഓർത്തിരിക്കുക. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പിക്ചർ ഐഡന്റിഫിക്കേഷൻ വരുന്ന ക്വസ്റ്റൻ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 2 ഡിറ്റക്ടർ ഫോം ചെയ്തു. എവിടെ നിന്നൊക്കെയായിരുന്നു? ബെനിറ്റോ മുസോളിനി ഇൻ ഇറ്റലി. പരീക്ഷയ്ക്ക് മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വരാം. ബെനിറ്റോ മുസോളിനി ഇറ്റലി. അഡോൾഫ് ഹിറ്റ്ലർ എവിടെ നിന്നായിരുന്നു? ജർമ്മനിയിലായിരുന്നു. ഓക്കെ, അപ്പം ഇവർ രണ്ടിൽ പേരിൽ അംബിഷ്യസ് ആയിരുന്ന ആരായിരുന്നു? അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. പിന്നീട് വരുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ചാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോവാണ്. സെക്കൻഡ് വേൾഡ് വാർ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? സെപ്റ്റംബർ 1939 സ്റ്റാർട്ട് ചെയ്തത്. അത് 6 ഇയേഴ്സ് നിന്നിരുന്നു സെക്കൻഡ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാർ 4 ഇയേഴ്സ് 3 മന്ത്സ്. സെക്കൻഡ് വേൾഡ് വാർ എന്താണ്? 6 ഇയേഴ്സ് ആണ്. അപ്പോൾ ഇനി സെക്കൻഡ് വേൾഡ് വാറിൽ വരുന്ന ബ്ലോക്കുകൾ ഏതൊക്കെയാണ്? അലൈഡ് പവേഴ്സും ആക്സിസ് പവേഴ്സും. മറ്റേ ഫസ്റ്റ് വേൾഡ് വാറിനകത്തിലോ അലൈഡ് പവേഴ്സും സെൻട്രൽ പവേഴ്സും. ഇതിനകത്തിൽ അലൈഡ് പവേഴ്സും ആക്സിസ് പവേഴ്സും. പക്ഷേങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിൽ വന്നപ്പോഴത്തേക്കും അലൈഡ് പവേഴ്സിലും ആക്സിസ് പവേഴ്സിലും ഒരു ചെറിയ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നു. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വേൾഡ് വാറിന് അതിൽ എന്താണ്? വാട്ട് കോസ് ദ വാർ? എന്തായിരുന്നു വാറിന് കാരണമായി തീരുന്നത്? എന്തൊക്കെയായിരുന്നു? അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇനിയും ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം സെക്കൻഡ് വേൾഡ് വാർ വന്നു. സെക്കൻഡ് വേൾഡ് വാറിൽ വന്നിരുന്ന അലൈഡ് പവേഴ്സും ആക്സിസ് പവേഴ്സും. അതിനകത്തിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ബ്രിട്ടൻ, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ, USA. ആക്സിസ് പവേഴ്സിനകത്തിൽ ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ. ഇനി
അതേ സമയത്ത് ഇനി ഓർത്തിരിക്കേണ്ട അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നത് അദ്ദേഹം നാസി പാർട്ടിയുടെ ലീഡർ ആയിരുന്നു. അപ്പം ആരായിരുന്നു, ഹു വാസ് ദ ലീഡർ ഓഫ് നാസി പാർട്ടി? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആരായിരുന്നു? അഡോൾഫ് ഹിറ്റ്ലർ. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിന് അഡോൾഫ് ഹിറ്റ്ലർ കൊടുത്തിട്ട് നാസി പാർട്ടി എന്ന് കൊടുത്താലും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ജർമ്മനി ആയിരുന്നു സ്ട്രെങ്തൻ പവർ ആയിട്ടിരുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് എന്താണ്, ദ റൈസിംഗ് മിലിറ്ററി മൈറ്റ് ബി ദ ജർമ്മൻ അലാം ടു ദ അതർ യൂറോപ്യൻ പവേഴ്സ്, ദ ബ്രിട്ടൻ ആൻഡ് ദ ഫ്രാൻസ് ഡിസൈഡ് ടു ടേക്ക് എ കമ്പൈൻഡ് സ്റ്റാൻഡ് അഗൈൻസ്റ്റ് ഹിറ്റ്ലർ. അപ്പോൾ ഹിറ്റ്ലർ ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹിറ്റ്ലറിനെതിരെ ഒരു സ്റ്റാൻഡ് ഫോം ചെയ്യാൻ അവർ സ്റ്റാർട്ട് ചെയ്തു. വെൻ ദ ഹിറ്റ്ലർ, ഓക്കെ, ഇതായിരുന്നു മെയിൻ റീസൺ. വെൻ ദ ഹിറ്റ്ലർ അറ്റാക്ട് പോളണ്ട് അറ്റാക്ക് ചെയ്തു. അറ്റാക്ക് ചെയ്ത സമയത്ത് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഡിക്ലെയർ വാർ ഓൺ ജർമ്മനി. അപ്പോൾ ഇതായിരുന്നു മെയിൻ റീസൺ. എന്തായിരുന്നു ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്, 2 മാർക്സിനായിട്ട് ചോദിക്കുന്നുണ്ട്. വാട്ട് കോസ് സെക്കൻഡ് വേൾഡ് വാർ? അപ്പോൾ എന്തായിരുന്നു, ഹിറ്റ്ലർ പോളണ്ട് അറ്റാക്ക് ചെയ്യുന്നു. വെൻ ഹിറ്റ്ലർ അറ്റാക്ഡ് പോളണ്ട്, കേട്ടോ, ആ സമയത്ത് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഡിക്ലെയർ എ വാർ ഓൺ ജർമ്മനി. അപ്പോൾ അതിനെ തുടർന്ന് സൂൺ അതർ കൺട്രീസ് ഓൾസോ യൂറോപ്പ് ജോയിൻഡ് ഐദർ ഓഫ് ദി 2 വാറിംഗ് പാർട്ടീസ് ആൻഡ് ദിസ് ബിഗാൻ ദ സെക്കൻഡ് വേൾഡ് വാർ. അത് ഓർത്തിരിക്കേണ്ട ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഹൗ വാസ് ദ വാർ ഫൗട്ട്? എങ്ങനെയായിരുന്നു വാർ നടന്നിരുന്നത്? അത് കരയിൽ നടന്നു, എയറിൽ നടന്നു, വാട്ടർ, കണ്ടോ, ലാൻഡ്, എയർ ആൻഡ് വാട്ടർ. ഇപ്പം ഈ സമയത്ത് പോയിസൺസ് ഗ്യാസസ് വരെ യൂസ് ചെയ്തിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ്, ബോംബുകളൊക്കെ ഇട്ട് തുടങ്ങിയിരുന്നു. ഓരോ സിറ്റീസിലൊക്കെ അവർ കൊണ്ട് ബോംബ് ഇടാൻ തുടങ്ങി. പിന്നെ കുറേ സിറ്റീസ് വരെ എല്ലാം തന്നെ മൊത്തം വാഷൗട്ടായി പോയി. ബോംബൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കുറേ സിറ്റീസ് എല്ലാം പോയില്ലേ, വാഷൗട്ടായി പോയി. അതോടൊപ്പം തന്നെ ആ സമയത്തായിരുന്നു ഹിറ്റ്ലർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന ആരെയായിരുന്നു? ജ്യൂസിനെ ആയിരുന്നു. അത് ഓർത്തിരിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഹിറ്റ്ലർ എന്ന് പറഞ്ഞിട്ട് മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് ജ്യൂസ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യൂസ് എന്ന് പറയുന്നത് പുരോഹിതന്മാരായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇവർ ജർമ്മനിയുടെ മിസ്ഫോർച്യൂൺ ആയിട്ടായിരുന്നു അദ്ദേഹം കണക്കാക്കിയിരുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് പോയി ചോദിക്കാവുന്ന അടുത്ത ക്വസ്റ്റൻ ആണ് ജ്യൂസ് എന്ന് വന്നിട്ട് വേണമെങ്കിൽ ജർമ്മനീസ് മിസ്ഫോർച്യൂൺ എന്നൊക്കെ വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കാം. അത് ഓർത്തിരിക്കുക. ഇനി ഇവരെന്ത് ചെയ്തു, ജ്യൂസിനെ പിടിച്ചിട്ട് ഇവരെന്ത് ചെയ്തു, ഹിറ്റ്ലർ എന്ത് ചെയ്തു, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടിട്ടു. അപ്പോൾ ഓർത്തിരിക്കുക, ഹിറ്റ്ലർ എന്ന് പറഞ്ഞിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് തന്നാലും നമ്മൾ മാച്ച് ദ ഫോളോയിങ്ങിന് മാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ്, ഹിറ്റ്ലർ അല്ലെങ്കിൽ ജ്യൂസ് എന്ന് കൊടുത്തിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് കൊടുത്താലും ഓർത്തിരിക്കുക. അതായത് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അവർ എന്തായിരുന്നു ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യൂസിനെ അവരെ കുറച്ചേറെ ടോർച്ചർ ചെയ്തിരുന്നു. അവർക്ക് കുറച്ചൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിരുന്നു, അവരെ പട്ടാളത്തിലേക്കൊക്കെ ചേരാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ നിന്ന് കുറേ ആൾക്കാർ അവിടെ നിന്ന് അവരുടെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ കുറേ ആൾക്കാർ മരിക്കുകയുണ്ടായി. കുറേ ആൾക്കാർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇവന്റിന് പറയുന്ന പേരാണ് ഹോളോകോസ്റ്റ്. ഓർത്തിരിക്കേണ്ട അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഹോളോകോസ്റ്റ്. അപ്പോൾ ഹോളോകോസ്റ്റ് എന്തായിരുന്നു? Some German Jews were tortured in the concentration camp, and almost more than 6 million Jews were died in these camps, and this event is known as the Holocaust. Okay, അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഹോളോകോസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഹോളോകോസ്റ്റ് എന്തായിരുന്നു? കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജ്യൂസിനെ ഒരുപാട് ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവിടുന്ന് കുറേ ജ്യൂസ് അവിടെ കിടന്ന് മരിക്കുകയുണ്ടായി. കുറേ ആൾക്കാർ അവിടെ നിന്ന് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ അനുഭവിച്ചിരുന്ന കുറച്ച് പീഡനങ്ങളെ കുറിച്ച് പറയുന്നതാണ് എന്താണ്, ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ജപ്പാൻ ആയിരുന്നു മേജർ വിക്ടറി നേടിക്കൊണ്ടിരുന്ന രാജ്യം. അപ്പോൾ ജപ്പാൻ എന്ത് ചെയ്തു, ജപ്പാൻ അമേരിക്കയുടെ നേവൽ ബേസ് ഒരു സ്ഥലമുണ്ടായിരുന്നു. ഏതായിരുന്നു? ഹവായി എന്ന് പറയുന്ന ഒരു നേവൽ ബേസ് സ്ഥലമാണ്. ആ നേവൽ ബേസ് സ്ഥലം എവിടെയായിരുന്നു? പേൾ ഹാർബറിലാണ്. അപ്പോൾ ആ പേൾ ഹാർബർ എന്ത് ചെയ്തു, ഇവർ അറ്റാക്ക് ചെയ്തു. അപ്പം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആരാണ് അറ്റാക്ക് ചെയ്തത്? അമേരിക്കയുടെ നേവൽ ബേസ് ഹവായി ആരാണ് അറ്റാക്ക് ചെയ്തതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. എവിടെയായിരുന്നു? പേൾ ഹാർബർ ആണ്. പേൾ ഹാർബർ എന്ന പ്ലേസ് ആണ് അറ്റാക്ക് ചെയ്തത്. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്താണ്, on 7th December 1941 ജപ്പാൻ അറ്റാക്ക്ഡ് ദ പേൾ ഹാർബർ, അമേരിക്കൻ നേവൽ ബേസ് ഇൻ ഹവായ്. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതേ തുടർന്ന് എന്ത് ചെയ്തു, USA ഈ വാറിലേക്ക് ഇൻവോൾവ് ആയി. അവരെന്ത് ചെയ്തു, അവർ വീണ്ടും ജപ്പാൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. അപ്പോൾ ഏകദേശം 1942 ആയപ്പോഴത്തേക്ക് ജർമ്മനിയുടെ ഏകദേശം പവേഴ്സ് എല്ലാം തന്നെ പോവുകയുണ്ടായി. ഇതേ തുടർന്ന് ഹിറ്റ്ലറിന് ഏകദേശം മനസ്സിലായി അദ്ദേഹത്തിന് ഇനി ജയിക്കാൻ സാധിക്കില്ല, അദ്ദേഹത്തിൻ്റെ ജർമ്മനിക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇതേ തുടർന്ന് ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. ഓൾമോസ്റ്റ് 1945 ആയ സമയത്തേക്ക് ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്തു. ഇനി on 7th May 1945 ജർമ്മനി എന്ത് ചെയ്തു, സറണ്ടർ ആയി. ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്തു. ഇതേ തുടർന്ന് ജർമ്മനി അവർക്കിനി ജയിക്കാൻ സാധിക്കില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അവർ സറണ്ടർ ചെയ്തു, ജപ്പാനിന് മുമ്പിൽ സറണ്ടർ ആയി. അപ്പോൾ അതേസമയം ജപ്പാൻ ആയിരുന്നു അമേരിക്കയെ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കുക. ജപ്പാൻ എവിടെ അറ്റാക്ക് ചെയ്തിരുന്നു? പേൾ ഹാർബർ എന്ന സ്ഥലം, അമേരിക്കയുടെ നേവൽ ബേസ് കമാൻഡായ ഹവായിൽ
ജപ്പാൻ അറ്റാക്ക് ചെയ്തു. അപ്പോൾ അമേരിക്കക്കാർ വെറുതെ വിടില്ലല്ലോ. അപ്പോൾ അമേരിക്കക്കാർ എന്ത് ചെയ്തു? തിരിച്ച് ജപ്പാനിലെ നാഗസാക്കിയിലും ഹിരോഷിമയിലും 2 ആറ്റോമിക് ബോംബ് വിതറി. എന്നായിരുന്നു അത് ഓർത്തിരിക്കുക. ആരായിരുന്നു ഇട്ടത്? USA ആയിരുന്നു ഇട്ടത്. എവിടെയായിരുന്നു? USA ഡ്രോപ്ഡ് ആറ്റം ബോംബ്സ് ഇൻ 2 ജപ്പാൻ സിറ്റീസ്. ഏതൊക്കെയായിരുന്നു? ഹിരോഷിമ ആൻഡ് നാഗസാക്കി. അത് വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതിനുശേഷം എന്താണ്? അപ്പോഴത്തേക്ക് ജപ്പാൻ്റെ എല്ലാം തന്നെ നശിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴത്തേക്ക് ജപ്പാൻ എന്ത് ചെയ്തു? സറണ്ടർ ആവുകയായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് എന്ത് ചെയ്തു? അത് ഇനി ഒരു വേൾഡ് വാർ വരാൻ പാടില്ല എന്നതിനൊരു തീരുമാനത്തെ തുടർന്നാണ് യുണൈറ്റഡ് നേഷൻസ് എന്ന സംഘടന ഫോം ചെയ്തത്. അപ്പോൾ എന്നാണ് യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്തത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓൺ 24 ഒക്ടോബർ 1945 യുണൈറ്റഡ് നേഷൻസ് ഫോം ആയത്. അപ്പം ഇതൊക്കെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഫസ്റ്റ് വേൾഡ് വാറിൽ ഉണ്ടായിരുന്ന ബ്ലോക്കുകൾ ഏതൊക്കെയാണ്, സെക്കൻഡ് വേൾഡ് വാറിലെ ബ്ലോക്കുകൾ എന്തൊക്കെയാണ്, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കോസ് എന്താണ്, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കോസ് എന്താണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു വെരി ഇമ്പോർട്ടൻ്റ്. അതേപോലെ തന്നെ ഫസ്റ്റ് വേൾഡ് വാറിന് എന്തായിരുന്നു? ട്രീറ്റി ഓഫ് വെഴ്സലൈസ് വന്നിരുന്നു. പിന്നെന്തായിരുന്നു? ലീഗ് ഓഫ് നേഷൻസ് വന്നു. സെക്കൻഡ് വേൾഡ് വാറിൽ യുണൈറ്റഡ് നേഷൻസ് വന്നു. ഇത് നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ബ്ലോക്കുകൾ? ഡിഫൈൻ ദ ഫോളോയിങ് ചോദിക്കുന്നതാണ്. എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആണ് കേട്ടോ. ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആയിരുന്നു. പിന്നെ അതേപോലെ അലയൻസ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ആൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ കൺട്രീസ്. ഇനി ആർമിസ്റ്റിക്സ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ അഗ്രിമെന്റ് ബിറ്റ്വീൻ എനിമീസ് ടു എൻഡ് ദ വാർ. പിന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്തായിരുന്നു? എ പ്രിസൺ വേർ ദ പീപ്പിൾ വെയർ സ്റ്റാർവ്ഡ് ആൻഡ് ടോർച്ചേർഡ്. അപ്പോൾ ട്രീറ്റി ഓഫ് വെഴ്സലൈനെ കുറിച്ച് ഓർത്തിരിക്കുക. അതെന്തായിരുന്നു? സൈൻ ചെയ്ത 1919 എന്നായിരുന്നു? എവിടെയായിരുന്നു അത്? പാരീസിലായിരുന്നു. ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താണ് ദ മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഹൗ ലോങ് എത്ര നാൾ നിന്നിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ? 4 years 3 months ആയിരുന്നു. സെക്കൻഡ് വേൾഡ് വാർ 6 years ആയിരുന്നു. പിന്നെ അതാണ് കണ്ടോ, ഓരോ സെൻട്രൽ പവേഴ്സ് അല്ലെങ്കിൽ ആക്സിസ് പവേഴ്സിൽ വരുന്ന കൺട്രീസിന്റെ പേര് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ആൻഡ് ഇൻ വിച്ച് കൺട്രി ഈസ് ദ വെഴ്സലൈസ് സിറ്റുവേറ്റഡ്? എവിടെയാണ്? ഫ്രാൻസിലാണ് കേട്ടോ. ആൻഡ് ദ വിച്ച് കമ്മ്യൂണിറ്റി ഓഫ് ദ പീപ്പിൾ വർ ഹിറ്റ്? ആരെയായിരുന്നു? ജൂസിനെ ആയിരുന്നു ഹിറ്റ്ലർ ടാർഗറ്റ് ചെയ്തിരുന്നത്. ഓർത്തിരിക്കുക. ഏതൊക്കെ സ്ഥലത്തായിരുന്നു ആറ്റോമിക് ബോംബ് വിതറിയത്? ഹിരോഷിമയിലും നാഗസാക്കിയിലും. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് മാത്സ് ദ ഫോളോയിങ് ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, താങ്ക് യു.